ഇത് മറ്റൊന്നുള്ളൂ. ആ അനപരാധി അവിടെ ചാരി ഇരിപ്പുണ്ടല്ലോ. ഇനി അവൻ എന്നെ മനസ്സിലാവുമെന്തോ. എനിക്ക് പോലും എന്നെ തിരിച്ചറിയാൻ പറ്റുന്നില്ല, പിന്നല്ലേ അവൻ. ഹരി ഓം, 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 ഹരി ഓം. കണ്ടു ഞാൻ കണ്ണനെ കായാമ്പൂവണ്ണനെ ഗുരുവായൂരമ്പല നടയിൽ. കണ്ടു ഞാൻ കണ്ണനെ കായാമ്പൂവണ്ണനെ ഗുരുവായൂരമ്പല നടയിൽ. ഓം ഹരി ഓം, ഹരി ഓം. സ്വാമി, സ്വാമി വരിക, വരിക, വരിക. സ്വാമി വിളിക്കുന്നു. ഇങ്ങോട്ട് നീങ്ങി നിൽക്കണം. ഭൂതം ഭാവി വർത്തമാനം അസലായിട്ട് കൈ നോക്കി കൃത്യമായിട്ട് കാര്യങ്ങൾ പറയും. ഇന്ന് മാത്രമേ ഇവിടെ ഷോ ഉണ്ടാവുള്ളൂ. ഇത് കഴിഞ്ഞാൽ വേറെ അമ്പലത്തിൽ ബുക്കിംഗ് ഉണ്ട്. മാസത്തിൽ ഒരു തവണയെ ഈ ക്ഷേത്രമുറ്റത്ത് വരാറുള്ളൂ. കൈ തന്നോളൂ. കയ്യില് രേഖയൊക്കെ കുറവാ സ്വാമി. ഓ അമ്മ വാമ. കയ്യില് രേഖയില്ലെങ്കിൽ കയ്യില് കാശും കാണത്തില്ല. കാശുണ്ടായിരുന്നെങ്കിലോ അവരെങ്ങനെങ്കിലും ഒരു രേഖ ഒപ്പിച്ചു വെച്ചനെ. ഹസ്തരേഖ, ഹസ്തരേഖ, ഹസ്തരേഖ. ഭാവി ഭൂതം വർത്തമാനം, ഭാവി ഭൂതം വർത്തമാനം. വേഷം മാറിയെങ്കിലും ശബ്ദം മാറിയില്ല. അവനിനി അത് കേട്ടിട്ടാണോ നോക്കുന്നേ? എന്തായാലും അവനകത്തുണ്ടെന്ന് അറിഞ്ഞില്ല സമാധാനം. ഇനി അവൻ നടന്നു വരുവോ വീൽ ചെയറിൽ വരുവോ അന്നോട്ടെ. ഭാവി ഭൂതം വർത്തമാനം, ഭാവി ഭൂതം വർത്തമാനം. വന്നോളൂ, ഭാവി ഭൂതം വർത്തമാനം വന്നോളൂ. ഒരു നോട്ടത്തിന് വെറും 10 രൂപ തന്നാ മതി. വരാ. നോക്കണോ? എന്തായാലും ഒന്ന് നോക്കിക്കളെ. വരുമാനം ഇല്ലാതായ ഇത് പറ്റിയ തൊഴിലാണെന്നാ തോന്നുന്നു. ആളുകളുടെ കാഴ്ചയിൽ നല്ല ലുക്ക് ഉണ്ടെന്ന് മനസ്സിലായി. കണ്ടിട്ട് സിദ്ധനാണെന്ന് തോന്നുന്നു. അത് വേണോ? വാ ഒന്ന് നോക്കിക്കളെ അടി. വരൂ സ്വാമി, വരൂ. ആ കൈ കൂടെ നീട്ടിക്കോളൂ. എന്തോ പറയും. ഇത് കണ്ടിട്ടൊരു പുണ്ണാക്കം മനസ്സിലാവുന്നില്ലല്ലോ. ഇവൻ ഡ്രൈവറായിരുന്നോ? രേഖയ്ക്ക് മുകളിലൊക്കെ നല്ല കറുത്ത പാടുകളുണ്ടല്ലോ. രേഖയിൽ മാത്രമല്ല മനസ്സിനകത്തും കറുത്ത പാടുണ്ടല്ലോ. കറുത്ത പാമ്പിന്റെ എന്തായിരുന്നു ജനനം? അയ്യോ, ചോദിച്ചിട്ടില്ലേ? എത്ര കൃത്യമായിട്ടാ പറഞ്ഞു. അതെ അതെ, നിങ്ങൾ കറുത്ത പാമ്പിന്റെ അന്നല്ലേ ജനിച്ചത്? അല്ല, അതൊക്കെ രേഖയിൽ തെളിയോ? രേഖയിൽ തെളിയാതെ പിന്നെ അത് പറയാൻ പറ്റുമോ? രേഖയിൽ മാത്രമല്ല അത് തെളിയുന്നത്. തന്റെ ഗ്രഹനിലയും ഗ്രഹങ്ങളും എല്ലാം ഈ ചതുരത്തിനകത്തുണ്ട്. വൃത്തികെട്ട കയ്യാ, എങ്കിലും ഭാഗ്യമുണ്ട്. നോട്ടെ, സൂര്യനിലേക്കുള്ള രേഖ ഇഴഞ്ഞു കയറുന്നുണ്ട്. അത് കടലിൽ ചാടായിരുന്നാ മതി. സെപ്റ്റംബർ മുതൽ സൂര്യനെ പോലങ്ങ് ഉദിച്ചുയരും. അതുവരെ ദോഷമാണോ? അതുവരെ പിടിച്ചു നിൽക്കണം. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് വന്ന് കൈ നോക്കണം. എന്നിട്ട് എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ അതിന് പരിഹാരം പറയും. അതൊക്കെ പോയി ചെയ്യണം. ഓ ചെയ്തോളാം. അത്രയും നാളെ ഇഴഞ്ഞു തന്നെ അങ്ങ് നീങ്ങേണ്ടി വരും. അപകടം വല്ലതും ഉണ്ടോ സ്വാമി?
അപകടം ഉണ്ടെന്നും പറഞ്ഞ് ആരെയും വിഷമിപ്പിക്കുന്ന ഏർപ്പാട് എനിക്കില്ല. എങ്കിലും ബുദ്ധിമുട്ടാണ് അത്രയും നാളും. ബാക്കിയും കൂടെ പറ സ്വാമി. മക്കളൊക്കെ രക്ഷപ്പെടുവോ? ഇവന് 2 മക്കൾ കാണോ അതോ 3 മക്കൾ കാണോ? ഇവന്റെ ലക്ഷണം കണ്ടിട്ട് ഒന്നും കാണാനുള്ള സാധ്യതയില്ല. എന്നാ പിന്നെ ഒന്നും നിങ്ങൾ കാച്ച. അല്ല, ഒരു 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 കൊച്ചല്ലേ ഉള്ളൂ, ഒരു പെൺകൊച്ച്. എന്താ കൊച്ചില്ലേ? സത്യ സ്വാമി, സ്വാമി പറഞ്ഞത് സത്യ. ഞങ്ങൾക്കുള്ളത് പെങ്കൊച്ച. അത് അത് നിങ്ങൾ ഇല്ലെന്ന് പറഞ്ഞാലും ഞാൻ സമ്മതിച്ചെടുത്തില്ലല്ലോ. അല്ല, ഈ കയ്യിൽ തെളിഞ്ഞിരിക്കല്ലേ ഒരു പെൺകൊച്ചെന്ന്. വയസ്സ് 10-20 കല്യാണമൊക്കെ ഉടനെ നടക്കുമോ സ്വാമി? കല്യാണമൊക്കെ ഒന്ന് നടന്ന മട്ടാണല്ലോ. പണി കിട്ടിയോ? നിങ്ങളറിയാതെ കൊച്ച് ആരെയോ പ്രേമിക്കുന്നുണ്ട്. അവനുമായിട്ട് രജിസ്റ്റർ ഓഫീസിൽ വെച്ച് കല്യാണം നടത്താതിരിക്കാൻ നോക്കൂ. ഇതിപ്പോ കല്യാണത്തിന് പറ്റിയ സമയ. അതുകൊണ്ട് ചിലപ്പോ ഇനി അതല്ല അതിനപ്പുറവും നടന്നു വരാം. ഞാനന്ന് പറഞ്ഞില്ലേ നിങ്ങളോട് അവളെ ഒന്ന് സൂക്ഷിക്കണമെന്ന്. വീട്ടിനകത്ത് നിന്ന് പൂരമായിരിക്കും. നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അങ്ങ് സഹായിച്ചു കൊടുക്കാം. നിങ്ങൾ അങ്ങോട്ട് മാറ് മനുഷ്യ. സ്വാമി, എന്റെ കൈ ഒന്ന് നോക്കൂ സ്വാമി. അതിനായിരുന്നോ? ഒന്ന് പൊക്കി വിടാ. ഇത് നല്ല ഐശ്വര്യമുള്ള കയ്യാ. അതുകൊണ്ടാ ആ വൃത്തികെട്ട കൈയുമായിട്ട് നിൽക്കുന്ന താൻ ജീവിച്ചു പോന്നേ. കേക്ക് നിങ്ങള് എന്നെ കെട്ടിയോണ്ടാ നിങ്ങൾ ജീവിക്കുന്നെന്ന്. മാസം തികഞ്ഞു വരികയാണ്. ഒരു ബുദ്ധിമുട്ടും കൂടാതെ ഞങ്ങൾ കാത്തിരിക്കുന്ന കുഞ്ഞ് ജനിക്കണേ. നക്ഷത്രങ്ങളും നവഗ്രഹങ്ങളും അനുഗ്രഹിച്ചൊരു ദിവസം തന്നെയായിരിക്കണേ കുഞ്ഞ് ജനിക്കുന്നത്. കണ്ണനും മഹിക്കും അവർക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങളുമായി ഒരുപാട് കാലം ജീവിക്കാൻ കഴിയണേ ഭഗവാനെ. ഞങ്ങളുടെ സൗഹൃദത്തിന് ഒരിക്കലും ഒരു വിള്ളലും ഉണ്ടാവരുതേ. ഇതുവരെ പറഞ്ഞതൊക്കെ ശരിയാണ്. മോളുടെ കാര്യത്തിലാണ് വിഷമൊന്നും മനസ്സിലായി. ഇപ്പോഴത്തെ പിള്ളേരല്ലേ, അവര് കല്യാണം കഴിക്കാതെ തന്നെ ഒരുമിച്ചൊക്കെ താമസിക്കും. ഇടയ്ക്ക് ഒന്ന് ഒളിഞ്ഞൊക്കെ നോക്കണം. ഒളിഞ്ഞു നോക്കാനോ? ഓ, ഹോസ്റ്റലിലാണെങ്കിൽ അവിടെ പോയി ഒന്ന് നോക്കണമെന്ന്. അപ്പോഴറിയാം അവൾ ആരുടെ കൂടെയാ വരുന്നതെന്നും പോകുന്നതെന്നും ഒക്കെ. ലേഡീസ് ഹോസ്റ്റലിൽ പോയി അങ്ങനെ ഒളിഞ്ഞു നോക്കാൻ പറ്റില്ലല്ലോ സ്വാമി. ലേഡീസ് ഹോസ്റ്റലിൽ പോയി ലേഡീസിന് ഒളിഞ്ഞു നോക്കാൻ പറ്റില്ലേ? അമ്മ പിന്നെ എന്തിനാണ്? വഴക്കൊക്കെ ഇത്തിരി കുറയ്ക്കണം കേട്ടോ. ഞാനോ? അതെ, കൊച്ചിനെ നന്നായിട്ട് വഴക്ക് പറയുന്നുണ്ട് വീട്ടിൽ വരുമ്പോ. അങ്ങനെ അമ്മമാർ ഒരുപാട് തവണ വഴക്ക് പറഞ്ഞാലുണ്ടല്ലോ, പിള്ളേർക്ക് പിന്നെ വീട്ടിലോട്ട് വരാനേ തോന്നില്ല. അപ്പോഴാ നല്ല കൊമ്പ് കാണുമ്പോ അങ്ങോട്ട് ചായുന്നേ. എടി, ഞാൻ നിന്നോട് ഒരുപാട് തവണ എങ്ങനെ പറഞ്ഞിട്ടുള്ളതല്ലേ, കൊച്ചു വീട്ടിൽ വരുമ്പോ സ്നേഹിച്ചാ മതി, അവളെ ഒന്നും പറയരുതെന്ന്. ഇനി പതുകളാ, സംഭവിച്ചത് സംഭവിച്ചു പോയി. ഇനിയുള്ള കാര്യം പറഞ്ഞേ, പ്രായപൂർത്തിയായ പെൺകുട്ടികള് അച്ഛനമ്മമാരുടെ കൂടുതൽ മുറയൊന്നും സഹിക്കില്ല. ഈ അമ്മ അത്രയ്ക്ക് വലിയ കേമത്തിയാ ആണോ? എന്തേ ഒന്നും മിണ്ടുന്നില്ല? കിട്ടി കിട്ടി. നമുക്ക് ഇത്രയ്ക്കേ പറ്റൂ. എന്നാ നിങ്ങൾ പോയിക്കോളൂ, വീട്ടിൽ പോയി തല്ലുകൂടിക്കോളൂ. കൈ നോക്കി കഴിഞ്ഞെങ്കിൽ എന്റെ കൈ കൂടി ഒന്ന് നോക്കോ? ഞങ്ങൾക്ക് കുറച്ചുകൂടെ ചോദിക്കാനുണ്ടായിരുന്നു. അയ്യോ, പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇനി മുത്തശ്ശി ഇങ്ങോട്ട് വരിക, ഇവിടെ വന്നോളൂ, എന്ത് വേണമെങ്കിലും ചോദിക്കാം. സ്വാമി, നാളെ ഇവിടെ കാണൂ. ഞാൻ പറഞ്ഞില്ലേ, മാസത്തിൽ ഒരു തവണ വരും. വന്നു കഴിഞ്ഞാൽ ഇവിടെ കാണും. അതെന്നാണെന്നൊന്ന് പറയാമോ? ഈ ദിവസം തന്നെ കൂട്ടിക്കോളൂ. ആയില്യം കഴിഞ്ഞാൽ ഞാൻ ഇവിടെ എത്തും. ശരി സ്വാമി. ആയിക്കോട്ടെ.
10 രൂപ മതിയായിരുന്നു. അല്ല അതിരിക്കട്ടെ, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു സ്വാമിയുടെ പ്രവചനം. ദീർഘായുഷ്മാൻ ഭവ. പാടി. പോവല്ലേ പോവല്ലേ, നിങ്ങൾ അവിടെ നിൽക്കണം. എല്ലാവരുടെയും സത്യസന്ധമായിട്ട് പറയുമെന്ന് അറിയാമല്ലോ. ആ ഇവരുടെ നോട്ടം അത്ര പന്തിയല്ലല്ലോ. താടി വല്ല ഇളകിയോ? പരീക്ഷിക്കാനായിട്ട് വന്നാണോ? പരീക്ഷിക്കല്ലേ, നോം ഭസ്മമാക്കി കളയും. അതിന് സ്വാമിക്ക് തൃക്കണ്ണുണ്ടോ എന്നെ ഭസ്മമാക്കാൻ? നോം ശിവദീക്ഷ എടുത്തിട്ടുള്ള ആളാ. എന്നെ കളിയാക്കരുത്. ഇനി കളിയാക്കിയാൽ അതെനിക്കല്ല, കൈലാസനാഥനാ. മറക്കട്ടെ. ജോത്സരൊന്ന് നോക്കൂ ജോത്സരെ. കഴിഞ്ഞിട്ട് വീട്ടുകളോ. ദൈവമേ, ഇത് സൂക്ഷിക്കണം. ഇവര് സാധാരണ സ്ത്രീയല്ല. ഇനി എന്ത് ചെയ്യും? ഇതിൽ നോക്കാനൊന്നുമില്ല. ഇപ്പോ നരച്ച മുടിയുമായിട്ട് അമ്പലങ്ങളായ അമ്പലങ്ങളിലെല്ലാം കയറി നടക്കുക. ആരോരുമില്ലാത്തതുകൊണ്ട് കെട്ടിയവരുമില്ല, മക്കളുമില്ല. നടന്നല്ലേ. അതിന് ഞാൻ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ. കല്യാണം കഴിക്കാത്തവർക്ക് കുട്ടികളുണ്ടാവോ? അല്ല, നിങ്ങളുടെ നല്ല സമയത്ത് കല്യാണം കഴിക്കാത്ത കുട്ടികളുണ്ടായി. പേരുദോഷം കേൾപ്പിച്ച കൂട്ടത്തിലാ നിങ്ങള്. എന്നിട്ട് എന്നിട്ടെന്താ, ആ പിള്ളേരും തള്ളിക്കളഞ്ഞു. ഇയാൾക്ക് എന്തിനാ നിങ്ങൾ 500 രൂപ കൊടുത്തത്? പറയുന്നത് മൊത്തം കള്ളവാ, മൊത്തം കള്ളം. ഹേയ്, എനിക്കങ്ങനെ തോന്നിയില്ല. സ്വാമി എന്റെ ഭാര്യ മോളെയും കുറിച്ച് പറഞ്ഞത് 100% സത്യമാണ്. അതെങ്ങനെയാ ഈ കള്ളസ്വാമിക്ക് സത്യം പറയാൻ പറ്റുന്നേ? കള്ളസ്വാമിയോ? നീ കള്ളസ്വാമി തന്നെയാ. ഇനി നിന്റെ ഭാവി ഞാനൊന്ന് പ്രവചിക്കട്ടെ. പണിപാളിയോ? നീ കൈനോട്ടക്കാരന്റെ രൂപത്തിലും ഭാവത്തിലും വേഷം മാറി വന്ന ഒരുത്തനാ. നിന്റെ ഈ താടിയുണ്ടല്ലോ, അത് വെപ്പ് താടിയാ. വെപ്പ് താടിയോ? അതേടാ, വെപ്പ് താടി തന്നെയാ. എങ്ങനെയുണ്ട്? ഇവനാണ് ഞാൻ വഴിതെറ്റി നടക്കുകയാണെന്ന് പറഞ്ഞത്. എടാ, നീ ആള് കൊള്ളാലടാ. കള്ളൻ കള്ളൻ ഓടി വരണേ. കള്ളൻ കള്ളൻ. അയ്യോ, പ്രധാനമാണല്ലോ. കള്ളൻ നീ പറ്റിക്കാൻ വന്നിരിക്കണോ? സാറേ, സാറ് പുറത്തേക്ക് വരില്ലേ? എന്താ സുമേഷ് ഏട്ടാ? അതൊക്കെ ഞാൻ പറയാം. അനന്തു സാർ മാത്രം വന്നാൽ മതി. ആണോ? എന്താ കുഴപ്പമുണ്ടോ? ഞാൻ ദേ വരുന്നു. നീ അകത്ത് കയറിയിരുന്നു. വാ സാറേ. എന്താ സുമേഷേ? അത് സാറേ, ഒരുത്തൻ വേഷം മാറി വന്നതാ ആൾക്കാരെ പറ്റിക്കാൻ, കൈനോട്ടക്കാരനായിട്ട്. പിന്നെ ഇവിടെ വന്നൊരമ്മയാ
അവനെ കൈയോടെ പൊക്കിയത്. ആ അമ്മ ഈ കൂട്ടത്തിൽ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. അല്ല, ആ അമ്മ എവിടെ? ഇവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ അമ്മ. അതിനിടയിൽ എവിടെ പോയി? സാറേ, എന്തെല്ലാം കള്ളം അങ്ങേര് പറഞ്ഞെന്നറിയാമോ? എന്നിട്ട് ഇങ്ങനെ അതൊക്കെ വിശ്വസിക്കുകയും ചെയ്തു. അവനായിരുന്നല്ലേ ആ പ്രതാപൻ? അതെ. ഇനിയും ഞാൻ പോയി കണ്ണൻ സാറിനെ വിളിച്ചോണ്ടാ. ചെല്. സാറേ, ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു വച്ചിട്ട് വന്ന പോലെയാ എല്ലാ കാര്യങ്ങളും അയാൾ ഞങ്ങളോട് പറഞ്ഞത്. അയാളുടെ നാവിന്ന് വന്നത് എല്ലാം സത്യമാ. എന്തോന്ന് സത്യം? നിങ്ങൾ മിണ്ടാരി. എന്തായാലും അയാള് കള്ളനാണെന്ന് നിങ്ങൾക്കൊക്കെ മനസ്സിലായല്ലോ. അയാള് കൈനോട്ടക്കാരനൊന്നുമല്ല, ലോറിക്കാരനാ. ടിപ്പർ ലോറി ഓടിക്കുന്ന ഒരുത്തൻ. കോറിയും ഉണ്ട്. ഇവന്റെയൊക്കെ ദേഹത്തൂടെ അവന്റെ തന്നെ ലോറി കയറ്റി തീർക്കുക വേണ്ടത്. എടാ, നീ നടക്കുന്നുണ്ടോന്ന് അയാൾക്ക് സംശയമുണ്ട്. നിന്നെ കാണാൻ വേണ്ടിയിട്ട് തന്നെയാ അയാൾ വേഷം മാറി വന്നത്, കൈനോട്ടക്കാരന്റെ വേഷത്തിൽ. എന്തായാലും ശരിക്കും ഇടിയിട്ടിട്ടുണ്ട്. ഞാനും നട്ടപ്പുറത്തൊന്ന് കൊടുത്തു. ഇനി അയാൾ എന്നെ കണ്ടു കാണോ? അതിന് നമ്മൾ വന്നപ്പോ അയാളിവിടെ ഇല്ലായിരുന്നല്ലോ. സാറേ, സാറും അനന്ത് സാറും അമ്പലത്തിനകത്തോട്ട് പോയപ്പോഴാ അയാൾ വന്നത്. ഞാൻ ഇതൊക്കെ കണ്ടോണ്ടിരിക്കുകയായിരുന്നു. ആ ദേ, അവരെ രണ്ടാളെയും പറ്റിച്ചു. പിന്നെ സിദ്ധയായ ഒരു അമ്മ വന്നു. ആ അമ്മയാണ് അവന്റെ കള്ളത്തരം കയ്യോട് പിടിച്ചത്. സിദ്ധയായ ഒരു അമ്മയോ? എന്നിട്ട് ആ അമ്മ എവിടെ? അവര് പോയെന്ന് പറയുന്നേ. എന്താടാ? അല്ല, ഒരമ്മ പലപ്പോഴും എന്റെ മഹിയുടെ രക്ഷയ്ക്കെത്തുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? ആ അമ്മ എവിടെ എത്തിയത്? മിക്കവാറും ആയിരിക്കും. അതുകൊണ്ടാ പെട്ടെന്ന് അപ്രത്യക്ഷയായത്. നീ ഇവിടെ നിൽക്കണ്ട. അയാളെ അവിടെ എങ്ങനെ നിന്ന് നിന്നെ മറഞ്ഞു നോക്കും. നീ വന്ന് കാറി കയറി. കാറിനകത്തിരുന്ന പിന്നെ സംശയിക്കത്തില്ലല്ലോ. വാ. എന്റെ അമ്മോ, ആ കാലമാടന്മാരെല്ലാം കൂടി എടുത്തിട്ട് അലക്കി കളഞ്ഞു. ഈശ്വര, ആരും വരല്ലേ. ഇനി അവന്മാര് വരുന്നതിന് മുമ്പ് വേഷമൊക്കെ മാറി. തല്ലി എന്നെ ഒരു പരുവാക്കി. ഇനി അവന്മാര് കാണുന്നുണ്ട്. വേഗം രക്ഷപ്പെടണം. എടാ സുമേഷേ, പട്ടി പന്നി, നീ എന്നെ തല്ലിയല്ലടാ. നിനക്ക് ഞാൻ രണ്ടെണ്ണം വെച്ചിട്ടുണ്ടാ പുല്ലേ. കണ്ടവന്മാരുടെയൊക്കെ വിയർപ്പ് നാറ്റം. അയ്യോ, അയ്യോ, ഇത് അവന്റെ വണ്ടിയല്ലേ? തല്ല് കൊണ്ടത് മാത്രം വെച്ച അവൻ മുന്നിലിരിക്കുക. അങ്ങനെയുള്ളവൻ നടന്നോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയാനാ? വീട്ടിലെത്തുമ്പോ അമ്മ ചോദിക്കുകയും ചെയ്യും. ഇടിച്ചവന്മാരും ഒരു മയത്തിലല്ല ഇടിച്ചത്. അതിനിടയ്ക്ക് ആ ഡ്രൈവർ വന്നി നടുവിനിട്ട് ആഞ്ഞിടിച്ചു. അവനൊക്കെ ഞാൻ എടുത്തോളാം.
എന്തായിടാ അയ്യോ ഓ ഓ ഓ എന്തായി? മേക്കപ്പ് ചെയ്ത് ഫാൻസി ഡ്രസ് കെട്ടിയത് മാത്രം മിച്ചം. ചോ, ഈ കിളവികളെ കൊണ്ട് തോറ്റു കേട്ടോ. ഞാനും ഒരു കളവിയാണ്. അമ്മ ഒഴിച്ചുള്ളവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞേ. ഓ, വേഷം മാറി കൈനോട്ടക്കാരനായിട്ട് അമ്പലത്തിന്റെ മുമ്പിൽ ചെന്നിരുന്നേ. അവിടേക്ക് ശരിക്കുള്ളൊരു കൈനോട്ടക്കാരി വന്നു. വന്നിട്ട്